Day 76 making 1 crore with 1 lakh. സോ ഇന്ന് മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് രണ്ടിലും നമുക്ക് തന്നത്. നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്ന് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഇന്നലത്തെ ഹൈൻ്റെ മേലെ ഓപ്പൺ ആയിട്ടില്ല, ജസ്റ്റ് ഹൈ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് ഫോളാണ് നമ്മൾ രണ്ടിലും കണ്ടത്. അതിന് ശേഷം നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് വന്ന് അതിലൊരു ഡൗൺ സൈഡ് ഉള്ള ഒരു സ്വിങ്ങിൻ്റെ ലോ സ്വീപ്പ് ചെയ്ത് കണ്ട് പിന്നെ ഒരു കണ്ടിന്യൂസ് ഒരു അപ്പ് സൈഡ് റാലിയാണ് നിഫ്റ്റിയിൽ വന്നത്. ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ താഴെ പോയി. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം ഇന്നലത്തെ പ്രീവിയസ് ഡേയിലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് റാലിയാണ്. നമ്മളൊരു 3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ ഒരു 2-3 പ്രോബ്ലംസ് വന്നിരുന്നു. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് എറർ വരും, റെക്കോർഡിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിട്ടായിരുന്നു റെക്കോർഡിങ് വന്നത്. സോ അത് കാരണം 2-3 ദിവസം വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു വേറെ സ്ക്രീൻ റെക്കോർഡിംഗ് ഇപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ റെഡി ആയത്. അതുകൊണ്ട് 3 ദിവസം വീഡിയോ റെക്കോർഡിംഗ് ഇല്ലാത്തത്. പക്ഷേ അത് കറക്റ്റായിട്ട് ഞാൻ പോസ്റ്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ 3 ദിവസത്തെ പിയാനിൽ അതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. പോരാത്തി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ലാസ്റ്റ് 3 ദിവസം എന്ത് ചെയ്യുന്നു നമ്മുടെ പിയാനിൽ എന്നുള്ളതും കൂടി നോക്കാം. സോ ഇന്ന് നമ്മളെ ചലഞ്ചിൻ്റെ 76ാമത്തെ ദിവസമാണ്. നമ്മളെ സിസ്റ്റം പ്രകാരം നമുക്കൊരു 3 എൻട്രിയാണ് വന്നത്. സോ ആ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷീർ, വെൽക്കം ടു മുബു മെട്രിക്സ്. സമയം ഒരു 9:47 നമുക്ക് ഫസ്റ്റ് എൻട്രി വന്നത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിരിക്കണം. നമ്മളിന്ന് ആകെ 1 ലോട്ട് വെച്ചിട്ടാണ് എൻട്രി എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്ലി എക്സ്പയറി ആണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ 1 ലോട്ട് വെച്ചിട്ടാണ് എൻട്രി എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെയാണ്. കാരണം മന്ത്ലി എക്സ്പയറിക്ക് പൊതുവേ വോളറ്റിലിറ്റി ഒന്ന് കൂടുതലാണ്. സോ നമ്മൾ വെറുതെ ഒന്നാമത് ഒരു 1 ഡയറക്ഷണൽ മൂവ്മെൻറ്റും ആണ്. 1 ഡയറക്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഒരേ ഡയറക്ഷനിൽ അപ്പ് സൈഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ വെറുതെ നമ്മൾ സെറ്റപ്പ് ചെയ്താലും കുറച്ച് റിസ്ക് ഉള്ള ടൈമാണ് ഈ 1 ഡയറക്ഷണൽ മൂവ്മെൻറ്റ്. പിന്നെ മന്ത്ലി എക്സ്പയറി ആകുമ്പോൾ പ്രത്യേകിച്ച് പ്രീമിയം നല്ല ഫ്ലക്ച്വേഷൻ ആവും. സോ അതുകൊണ്ട് നമ്മൾ 1 ലോട്ട് വെച്ചിട്ടാണ് എൻട്രി എടുത്തതെന്ന്. സോ ഈ എൻട്രി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ഇന്നലത്തെ ഡേ ഹൈയും ഒരു ലിക്വിഡിറ്റിയാണ്, നല്ലൊരു ഹയർ ലിക്വിഡിറ്റിയാണ്. സോ അത് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ തന്നെ വന്ന് സ്വീപ്പ് ചെയ്ത് അതിന് ശേഷം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിയണുള്ളതാവും. കാരണം മാർക്കറ്റ് അതിന് ശേഷം നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് ഫോൾ നമുക്ക് തന്ന് അതിന് ശേഷം നമ്മൾ ഗ്യാൻ യൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്തപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ഡിസ്കൗണ്ടഡ് ഏരിയ കിട്ടി. പിന്നെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിലൊരു OBയും കണ്ടു. ഇപ്പോൾ നമ്മളെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു ചെറിയ ടൈം ഫ്രെയിം 1 മിനിറ്റിൽ ഒരു വിക്ക് OB ആയിട്ട് നമ്മളൊരു ബ്രേക്കർ OB എന്നുള്ള ലെവലിൽ കൺസിഡർ ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ആയപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. സോ നമുക്ക് ഏതായാലും നോക്കാം ഈ ട്രേഡ് എങ്ങനെ പോകുമെന്ന് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റിയിൽ ടാർഗറ്റ് അടിച്ചിന്. നമുക്ക് ഏകദേശം 1:5 ആണ് നമ്മൾ ഈ ട്രേഡിൽ ബുക്ക് ചെയ്തത്. ഇവിടെ നോക്കിയാൽ കാണാം 3000 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. സോ ഇനി ഏതായാലും നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം ഒരു 1:05 ആയിക്കണം. നമുക്ക് നെക്സ്റ്റ് ട്രേഡ് വന്നത് നിഫ്റ്റി തന്നെയാണ്. നിഫ്റ്റിയിൽ ഇത് ഏകദേശം ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഗ്യാൻ ഡ്രോ ചെയ്തപ്പോൾ ഒരു ഡിസ്കൗണ്ടഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടെ ഒരു വോളിയം ഇംബാലൻസ് ഉണ്ടായിരുന്നു. VIB ഇൻവേർഷൻസ് എന്ന് പറയും, വോളിയം ഇംബാലൻസ് എന്ന് പറയും. അപ്പോൾ VIB ഇൻവേർഷനിൽ വന്ന് ടാപ്പ് ആയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ നമുക്ക് ഡ്രോ ചെയ്ത് കാണിച്ചാൽ ഈ ഒരു ഏരിയയിലാണ് VIB വരുന്നത്. സോ ആ ഒരു ഏരിയയിൽ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. സോ നമുക്ക് ഈ ട്രേഡിങ് എങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കാം. സോ നമ്മൾ സെക്കൻഡ് ട്രേഡ് നിഫ്റ്റിയിൽ SL അടിച്ചിരിക്കണം. സോ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് ഏതാ നോക്കാം. സോ നമ്മൾ തേർഡ് ട്രേഡും വന്നത് നിഫ്റ്റി തന്നെയാണ്. ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ ഒരു 13:34 ആയിക്കണ്. നമ്മൾ SL അടിച്ചിരുന്നല്ലോ. അപ്പോൾ സെക്കൻഡ് ട്രേഡ് നമ്മൾ SL അടിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ വീണ്ടും മാർക്കറ്റ് വന്ന് സ്വീപ്പ് ചെയ്തത് ഒരു ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് ഷിഫ്റ്റ് ആയിട്ട് ഇത് വന്ന്. സോ നമ്മൾ ഗ്യാൻ വെച്ചുകൊണ്ട് ഡ്രോ ചെയ്തപ്പോൾ ഒരു ഡിസ്കൗണ്ടഡ് ഏരിയയ്ക്ക് മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഏകദേശം നോക്കാം നമുക്ക്. ഏതായാലും ഈ ഒരു ട്രേഡും കൂടി ഉണ്ടാവുള്ളൂ നമുക്ക്. കാരണം മാർക്കറ്റ് ഏകദേശം ക്ലോസ് ചെയ്യാനും അയക്കണം. ഏകദേശം ഒരു 3 ട്രേഡ്സോളം അയക്കണം.
സോ ഏതായാലും നോക്കാം, നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. സോ നമ്മളെ തേർഡ് ട്രേഡ് SL ആണ് അടിച്ചത്. സോ നമുക്ക് ഒരു ട്രേഡ് മാത്രമാണ് ഇന്ന് പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിഞ്ഞത്, ബാക്കി 2 SL ആണ് ഇന്ന്. സോ നമ്മൾ ഈ 3 ട്രേഡോടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇനി ബാക്കിയുള്ളത് നാളെ നോക്കാം. സോ ഇന്നെടുത്ത 3 ട്രേഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾക്ക് ഇന്നത്തെ PNL ഒന്ന് ചെക്ക് ചെയ്യാം. സോ 3 ട്രേഡ്സ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. ഏകദേശം ഒരു ട്രേഡ് ടാർഗറ്റും 2 ട്രേഡ് SL ആണ് അടിച്ചത്. സോ 1803.75 ഇന്ന് പ്രോഫിറ്റായിട്ട് നമ്മൾ ബുക്ക് ചെയ്തത്. സോ നമ്മൾ എക്സലിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരിക്കണം, നോക്കിയാൽ കാണാൻ പറ്റും. ഡേ 76 23 ഏപ്രിൽ 1803.75 നമ്മൾ പ്രോഫിറ്റായിട്ട് ബുക്ക് ചെയ്ത്. ഇന്നലത്തെ ചാർജും ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഡേ 76 നമ്മൾ എൻ്റെ ചെയ്യുമ്പോൾ 3709 രൂപ നെറ്റ് ലോസിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 72ൻ്റെ ഡേ 72നാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ലാസ്റ്റായിട്ട് നമ്മൾ വീഡിയോ ചെയ്തത് ഡേ 72നാണ്. നമുക്ക് ട്രേഡ്സ് ഒന്നുമില്ല, അതിൻ്റെ ശേഷം നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ഏകദേശം 3 ദിവസത്തോളം നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞിരുന്ന റെക്കോർഡിങ്ങിൻ്റെ ഇഷ്യൂ ആയിരുന്നു. സോ ഡേ 73 നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ട്രേഡ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മളെ സെറ്റപ്പ് പ്രകാരം ഒരു ട്രേഡ്സും വന്നിട്ടില്ലായിരുന്നു. ഡേ 74നാണ് നമ്മൾ 1300.50 രൂപ നെറ്റ് ലോസാണ് ബുക്ക് ചെയ്തത്. അന്ന് ഏകദേശം ഒരു ട്രേഡേ ഉള്ളൂ അതിന് ഒന്ന്, പിന്നെ ചെറിയ എന്തോ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു, അങ്ങനെ 1300. പിന്നെ ഡേ 75 നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നത്, അത് നമ്മൾ ഏകദേശം 581 രൂപ ലോസിലാണ് എക്സിറ്റ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു, 1803 രൂപ പ്രോഫിറ്റ്. സോ ഇതാണ് ലാസ്റ്റ് 4 ദിവസത്തിൻ്റെ നമ്മളെ PNL. സോ നമുക്ക് ഈ ചലഞ്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് ഈ ഒരു വൺ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ്. നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് മാർക്കറ്റിൽ നമുക്ക് പൊതുവേ എൻട്രീസ് വരില്ല. കാരണം നമ്മൾ എപ്പോഴും ലിക്വിഡിറ്റി ബേസ് ആകുമ്പോൾ ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് എടുക്കും, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുമ്പോൾ അപ്പ് സൈഡ് എടുക്കും. ആ ഒരു ലെവലിലാണ് നമ്മൾ അധികം എൻട്രീസ് നോക്കാറ്. അപ്പോൾ ഈ ഒരു വൺ ഡയറക്ഷണൽ മാർക്കറ്റ് പോകുമ്പോൾ നമ്മളെ സിസ്റ്റം പലപ്പോഴും എറേഴ്സ് ആവും അധികം വരിക, SL ആയിരിക്കും വരിക അധികം. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അധികം ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരിക്കും. ഒരു സൈഡിലുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് അടുത്ത സൈഡിലേക്ക് പോകും. ആ ഒരു ഫോർമേഷനിലുള്ള മൂവ്മെൻ്റ് ആവും. ഇത് ഏകദേശം മാർക്കറ്റിൽ ഒരു 20% നടക്കുന്നതാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മാക്സിമം SL ആണ് വരൽ. ആ ടൈമിൽ നമ്മൾ മാക്സിമം ചെയ്യാറില്ല, നമ്മൾ SL കൺട്രോൾ ചെയ്തിട്ട് ചെറിയ ലോസിൽ ഇറങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമ്മളെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. സോ ഏതായാലും നമുക്ക് ഈ ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോയി നോക്കാം എന്തായിരിക്കുമെന്ന്. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഈ മുബു മെട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ കമൻറ്റായി രേഖപ്പെടുത്തുക. So wait for next video. Bye.